PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ 4 വർഷം വൈകിപ്പിച്ച സർക്കാർ മാപ്പ് പറയണമെന്ന് കെ സുരേന്ദ്രൻ. പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചു. CPIയെ പിരികയറ്റി UDF പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. CPI കുരയ്ക്കും പക്ഷെ കടിക്കില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. PM ശ്രീ വിഷയത്തിൽ ചർച്ചയ്ക്കായി CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരുന്നു. വിവരങ്ങളുമായി ശാലിനി ശ്രീനന്ദ ഒപ്പച്ചേരുന്നു. ശ്രീനന്ദ, ശേഷമുള്ള പ്രതികരണം കേട്ടു. അതായത് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്ന് മന്ത്രി GR അനിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം പാർട്ടിക്കുണ്ടായെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറി പറയട്ടെ എന്നാണ്. ഇന്നലെ ഒരു അനുനയത്തിൻ്റെ ഭാഷയിലേക്ക് CPI വന്നു എന്ന് തോന്നിപ്പിച്ചതാണ്. ഒരു സ്ഥിരതയുമില്ലാത്ത പ്രതികരണമോ CPIയുടേത്? തീർച്ചയായും കൃഷ്ണൻ, ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ തന്നെ MN സ്മാരകത്തിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണയായി താൻ വിസിറ്റ് ചെയ്യാൻ വരുന്നത് മാത്രമാണ്, ഇതിൽ മറ്റൊരു ചർച്ചകളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കയറിപ്പോയത്. അതിനു മുൻപായി GR അനിൽ എത്തിയിരുന്നു. ശേഷമാണ് ബിനോയ് വിശ്വം അവിടേക്ക് എത്തിയത്. ഈ ചർച്ചകൾക്കെല്ലാം ശേഷം ഒരു മണിക്കൂർ നീണ്ടുനിന്ന ഒരു മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചർച്ചയായിരുന്നു. ചർച്ചയ്ക്കെല്ലാം ശേഷം ശിവൻകുട്ടി പുറത്തേക്ക് വന്ന് അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ ഒരു തന്റെ നിലപാട് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നൊരു നിലപാടാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചർച്ചകൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തനിക്ക് കഴിയുകയില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടും എന്നൊരു കാര്യം മാത്രമാണ് ശിവൻകുട്ടി പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ശേഷം CPI GR അനിൽ പ്രതികരിക്കുകയുണ്ടായി. GR അനിൽ പറയുന്നത് സ്വകാര്യ സംഭാഷണത്തിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പാർട്ടി ഓഫീസിലേക്ക് ഒരാൾ വന്നാൽ അദ്ദേഹത്തെ വരണ്ട എന്ന് പറയാൻ ആർക്കും തന്നെ കഴിയുകയില്ല. അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോഴും CPI എന്ത് നിലപാടിലാണോ മുൻപ് നിന്നത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നൊരു കാര്യമാണ് GR അനിൽ പ്രതികരിക്കേണ്ടായത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ബിനോയ് വിശ്വം പ്രതികരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമായിരിക്കും പ്രതികരണങ്ങളൊക്കെ തന്നെ എന്തായിരിക്കും ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരിക. എന്തായാലും ഇപ്പോൾ CPI ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. CPM നേതൃത്വം പറയാതെ ചെയ്ത കാര്യങ്ങളാണ്. ഒരു മന്ത്രിസഭയിൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് എല്ലാ മന്ത്രിമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഇത് അറിയിക്കാതെ CPM ഒറ്റയ്ക്ക് ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇവിടെ ഇവർ ആരാഞ്ഞത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും മന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ശിവൻകുട്ടി പറഞ്ഞ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മാധ്യമങ്ങൾ എല്ലാത്തിനെയും വളച്ചൊടിക്കുന്നു എന്നൊരു പരിഹാസപരമായ ഒരു പ്രതികരണമാണ് ശിവൻകുട്ടി. എല്ലാ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ വി ശിവൻകുട്ടിക്ക് CPM ആസ്ഥാനത്ത് വരേണ്ടി വന്നത്. മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് കൊണ്ടാണല്ലോ. എങ്ങനെയെങ്കിലും CPIയെ അനുനയിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമല്ലേ അതിന് പിന്നിലുള്ളൂ. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ശരിയെന്നല്ലേ വ്യക്തമാകുന്നത്. മാത്രമല്ല ബിനോയ് വിശ്വം പറഞ്ഞതാണല്ലോ, ഇന്നലെ 12:30-ക്ക് ശേഷം പറയാം തുടരുമോ ഇല്ലയോ എന്ന് പോലും കടുപ്പിച്ചു പറഞ്ഞതാണ് CPM. മാധ്യമങ്ങൾക്കാണ് എല്ലാത്തിനും കുറ്റം അവസാനം വന്നു ചേരുക. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.